നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്. മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ തീപിടുത്തമുണ്ടായത് നിരവധി തവണ. വ്യവസായശാലകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നിരീക്ഷിക്കും. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തി. വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ റോഡ് ഉപരോധിച്ച നാട്ടുകാർ. കേരളത്തിലെ ജനന മരണ കണക്കുകൾ പരിശോധിച്ച് വയോജന സംരക്ഷണ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജനക്ഷേമ നടപടികൾ ആത്മാർത്ഥമല്ലെന്ന് ആക്ഷേപം. വയോജനക്ഷേമത്തിന് നീക്കിവെക്കുന്ന 5% തുക പോലും ഉപയോഗിക്കുന്നത് ബസ് സ്റ്റോപ്പുകൾ കെട്ടാനെന്നും പരിഹാസം. വാർത്തകൾ വിശദമായി. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്. കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ നിരവധി തവണയാണ് മേഖലയിൽ തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം പ്യാരിലാൽ പ്രൈവറ്റ് കമ്പനിയുടെ 500 MC2 2 ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന എക്സ്പാൻഡഡ് പോളിത്തീൻ ഫോം കത്തിയമർന്നിരുന്നു. കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റിലെ വാഹനങ്ങൾ മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ TR രാഗേഷ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S ജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. സമീപത്തുള്ള ഗ്യാസ് ഗോഡൌണിലേക്കും മറ്റ് ഗോഡൌണുകളിലേക്കും തീ പടരുന്നത് നിയന്ത്രണ വിധേയമായതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തം പ്രദേശത്ത് വലിയ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. വ്യവസായശാലകളിലെ ഇലക്ട്രിക്കൽ മാനദണ്ഡമുൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. വ്യവസായ മേഖലയുടെയും വ്യവസായശാലകളുടെയും വളർച്ച പരിഗണിച്ച് തീയണയ്ക്കാൻ ആധുനിക സംവിധാനമുള്ള ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലാണ് കാട്ടാന ഇറങ്ങിയത്. വനംവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് 3 മണിക്കൂറോളം റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. മന്ത്രിമാരും ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് കാട്ടിപ്പോയി കിടക്കട്ടെ. ബാക്കിയുള്ളവർ വെടിവെച്ചുവല്ലേ? ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ലേ ഇവിടെ? ജനവാസ മേഖലയിൽ 5ാം ദിവസമായ ബുധനാഴ്ചയും രാത്രി 10 മണിക്ക് ശേഷവും കാട്ടാന ഇറങ്ങി. ബൈക്ക് യാത്രക്കാരൻ ആനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മുള്ളൂർക്കര ആറ്റൂരിലാണ് ആന ജനവാസ മേഖലയിലേക്ക് റോഡ് മുറിച്ച് രാത്രി 10 മണിക്ക് വന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 12:30 പോലീസും മറ്റു വനംവകുപ്പ് അധികൃതരും എത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത്. നമ്മുടെ എളനാട് വരെ ഉള്ള പ്രദേശത്ത് ആനകളുടെ സഞ്ചാരം ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം 17 ആനകളും ഇപ്പോൾ ഈ കാടുകളിൽ ബീച്ചി മുതലുള്ള എളനാട് വരെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ആന കൃഷിസ്ഥലങ്ങളിലും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. നിയമത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ കഴിയാത്തതുകൊണ്ട് ആനയെ എങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിവേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4 or 5 വട്ടം ഇതിൻ്റെ റിവ്യൂ ചേലക്കരയിൽ വെച്ച് ബഹുമാനപ്പെട്ട MP-യും ഞാനും അടക്കം ആളുകൾ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയത് വെറുതെ യോഗം കൂടി പോകുന്നതല്ല, ഈ കമ്പിവേലി എത്ര വേഗത്തിൽ ആക്കി ആ കമ്പിവേലി നമുക്ക് എങ്ങനെ കമ്പിവേലിയിൽ ചെയ്യാം. കമ്പിവേലി അല്ലാതെ ഇപ്പോൾ ആനയ്ക്കിപ്പോൾ അത് കമ്പിവേലി സോളാർ കമ്പിവേലി ഇടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ണാത്തിപ്പാറ മുതൽ തുടക്കം കുറിച്ചു. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസം റിവ്യൂ നടത്തി പറഞ്ഞു എളനാട് നമുക്ക് തുടങ്ങി വെക്കണം, 2 ഭാഗത്തും സമാന്തരമായി തുടങ്ങി മുന്നിക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിൽ ഗാൽവനൈസ് ചെയ്ത പോസ്റ്റുകളാണ്, എന്ന് വെച്ചാൽ ഉരുമ്പ് കയറാത്ത പോസ്റ്റുകളാണ് ഇതിന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കോയമ്പത്തൂരാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. അവിടെയാണ് കിട്ടുള്ളൂ. അവിടെ നല്ല തിരക്കില്ല, കിട്ടുന്ന മുറയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവുമുണ്ടായി. പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിലെ ജനന മരണ കണക്കുകൾ പരിശോധിച്ച് വയോജന സംരക്ഷണ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ.
വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവെക്കുന്ന 5% തുക ബസ് സ്റ്റോപ്പ് കെട്ടാനാണ് ഉപയോഗിക്കുന്നതെന്നും സർവീസ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി AU മാമച്ചൻ പാലക്കാട് മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. മരണനിരക്ക് കുറവായ കേരളത്തിൽ വയോജന നിയമം പാസ്സായെങ്കിലും സംരക്ഷണ നടപടികൾ ആരംഭിക്കാത്തത് ഖേദകരമാണ്. പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞെങ്കിലും നിലവിൽ അനുവദിക്കുന്ന 1600 പോലും യഥാസമയം കിട്ടാത്ത സ്ഥിതിയാണ്. സർക്കാർ ഓഫീസുകളിൽ വയോജനങ്ങൾക്ക് പ്രത്യേക സൗകര്യമെന്ന ആവശ്യവും അവഗണിക്കപ്പെട്ടു. നിലവിൽ പഞ്ചായത്തുകൾ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 5% തുക മാത്രമാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇതുതന്നെ ബസ് സ്റ്റോപ്പ് കെട്ടാനും സാമൂഹ്യവിരുദ്ധർക്ക് താവളമാകുന്ന കെട്ടിടങ്ങൾ കെട്ടാനുമാണ് ഉപയോഗിക്കുന്നത്. വേഗത നഷ്ടപ്പെട്ട വയോജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് തെരുവുനായ് ശല്യം. ട്രെയിൻ യാത്രാ നിരക്കിൽ 40% ഇളവുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് എടുത്തുമാറ്റിയത് പുനഃസ്ഥാപിച്ചിട്ടില്ല. വയോജനങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ പലതവണ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ലെന്നും സർവീസ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് 8-9 തീയതികളിൽ പാലക്കാട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനം വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കോവിഡ് കാലഘട്ടത്തിലായാലും നിർത്തലാക്കി. കോവിഡ് വന്ന് പോയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അത് പുനഃസ്ഥാപിക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു എത്രയോ മമാരണങ്ങൾ നടത്തി. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇതിനെതിരായിട്ട് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഏകദേശം 300ഓളം കാർഡ് ഞങ്ങൾ എഴുതി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രധാനമന്ത്രിക്ക് കാർഡിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊണ്ട് പോസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിനോടനുബന്ധിച്ച് അതൊരു പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഒരു ധർണ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ പുതിയ യൂണിറ്റുകൾ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഞങ്ങളെ സമീപിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഈ ആയുർവേദ ഡോക്ടർമാർ അങ്ങനെ പിന്നെ എല്ലിൻ്റെ ഡോക്ടർമാരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാ മാസവും ഞങ്ങൾ എൻ്റെ മീറ്റിംഗ് കൂടാറുണ്ട്. അവിടെ വിളിച്ച് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ അങ്ങനെയുള്ള പിന്നെ ചിലർക്ക് പശുവിനെ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ പോത്തിനെ വാങ്ങിക്കൊടുക്കുക ഇങ്ങനെയുള്ള ഇതൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ വയോജനങ്ങളുമായിട്ട് അവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഈ ഫണ്ട് ചെലവാക്കുന്നതിനുള്ള 5% ഫണ്ടാണ് പഞ്ചായത്തിൽ അനുവദിക്കുന്ന ഫണ്ടിൽ 5%ആണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പല പഞ്ചായത്തുകളിലും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒരു വീട് പോലെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ടുണ്ട്. വൃത്ത വിശ്രമ കേന്ദ്രം. അവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് കയറിയിരുന്ന് ചുറ്റ് കളിക്കാനും മദ്യം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമാണ്. ആരും ആ വഴിക്ക് പോകാറില്ല. അതിന് വാർത്താ സമ്മേളനത്തിൽ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി റിജു കുഞ്ഞച്ചൻ, സെക്രട്ടറി ജി ബാലഗംഗാധരൻ, വർക്കിംഗ് പ്രസിഡന്റ് എ ജയരാമൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മഞ്ഞക്കാട് യൂണിറ്റ് കൺവെൻഷൻ മഞ്ഞക്കാട് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അത് മിക്കവാറും അടുത്ത മാസമൊക്കെ ആയിട്ട് വീണ്ടും ഒരു വർധനവ് ചെയ്യാറുണ്ട്. സർക്കാർ കാണുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്നത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നഗരസഭയിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന ഉത്സവം തന്നെ സംഘടിപ്പിച്ചു. ഇത്തവണയും അത് ആ നിലയിൽ തന്നെ നടക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ടി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ TV ജയരാജ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സെക്രട്ടറി അശോക് സിദ്ധാർത്ഥ് റിപ്പോർട്ട് വായിച്ചു. മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ, സെക്രട്ടറി K ചന്ദ്രൻ, ഭാരവാഹികളായ R സതീന്ദ്രൻ, R നടരാജൻ, K ഗംഗാധരൻ, യൂണിറ്റ് അംഗം KK കേശവൻ, T ഹരീന്ദ്രദാസ് എന്നിവർ പ്രസംഗിച്ചു. P ആറുമുഖൻ സ്വാഗതവും K രാമൻ നന്ദിയും പറഞ്ഞു. K ശങ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. P ആറുമുഖൻ, സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരവാഹികളുടെ ഒഴിവുകളിലേക്ക് CP ജോണിനെ വൈസ് പ്രസിഡന്റായും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് KK കേശവൻ, K ശങ്കരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങൾ തടയാൻ കേരള ഇലക്ട്രിക് അസോസിയേഷൻ പാലക്കാട്ട് എനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗാർഹിക ഉപഭോക്താക്കൾ, വ്യവസായശാല ഉടമകൾ എന്നിവർക്കായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഉൽപ്പാദകർ, വിദഗ്ധർ, ഉപഭോക്താക്കൾ എന്നിവർ എനർജി കോൺക്ലേവിൽ പങ്കെടുക്കും. ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും നിയമപരമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപനത്തെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വയറിംഗ് മേഖലകളെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ് സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്. വിവിധതരം ഉപകരണങ്ങൾ പരിചയപ്പെടാനും അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സബ്മിറ്റ് ചെയ്യപ്പെടുകയുമാണ്. ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം എക്സ്ക്ലൂസീവായിട്ട് വിദഗ്ധരെ നയിക്കുന്ന സംശയ നിവാരണവും, ഇപ്പം തന്നെ വലിയ സോളാർ വൈദ്യുതി ലാഭമാണോ നഷ്ടമാണോ എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. പത്ര സുഹൃത്തുക്കൾ പോലും ഒരു 2 തട്ടിലാണ് സോളാറിൻ്റെ വൈദ്യുതി ഉൽപാദനം കൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ല. ഇത്തരം കാര്യഗൗരവമായ ചർച്ചകൾക്ക് അത് വേദിയാവും. നിങ്ങൾക്കും ഈ വിദഗ്ധരുമായിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വിദഗ്ധരാണ് ഈ കോൺക്ലേവിലെ ഭാഗമാകുക. സംസ്ഥാന പ്രസിഡന്റ് രാജൻ എം മേനോൻ, ജില്ലാ പ്രസിഡന്റ് VP പ്രസാദ്, CV ബിനു, KS സ്വാമിനാഥൻ, PS സിംസൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി മേഖലയിൽ നെൽകൃഷിക്ക് ഭീഷണിയായി ഓലകരിച്ചിൽ രോഗം പടരുന്നു. കൃഷിഭവൻ പരിധിയിലെ മിക്ക പാടശേഖരങ്ങളിലും രോഗബാധയുണ്ട്. ഒന്നാം വിള നെൽകൃഷിയിൽ രോഗം ബാധിച്ചത് പൊതുവെ കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തനൂർ മേഖലകളിൽ ഒന്നാം വിള നെൽകൃഷിക്ക് ഓലകരിച്ചിൽ വ്യാപകമായത് ഭീഷണിയായി. നെല്ലിൻ്റെ വേരിന് മുകളിലുള്ള തണ്ട് ഭാഗം ചീയുന്നതുമൂലം ഇലകൾ മഞ്ഞളിക്കുകയോ ഉണങ്ങി ക്രമേണ വൈക്കോൽ പോലെ ആവുകയോ ചെയ്യുന്നതാണ് രോഗലക്ഷണം. മൂടിക്കെട്ടിയ കാലാവസ്ഥ, ഇടയ്ക്കിടെ പെയ്യുന്ന മഴ എന്നിവ രോഗം വേഗത്തിൽ പടരാൻ കാരണമായതായി കർഷകർ പറയുന്നു. കുമിൾ പരത്തുന്ന രോഗമാണിതെന്നും പോളക്കളകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുമെന്നും രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർഷകർ അതാത് കൃഷിഭവനിൽ അറിയിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ഒന്നാം വിള നെൽകൃഷിയിൽ രോഗം വ്യാപിച്ചത് പൊതുവെ കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വ്യവസായ സൗഹൃദ തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ലഘു ഉദ്യോഗ് ഭാരതി വ്യവസായ സംഗമം ആവശ്യപ്പെട്ടു. തൊഴിൽ മേഖലയിൽ തുടരെയുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും പാലക്കാട്ട് നടന്ന സംഗമത്തിൽ ആവശ്യമുയർന്നു. വ്യവസായ സംഗമം LUB സംസ്ഥാന പ്രസിഡന്റ് R നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന് കീഴിലെ ലഘു ഉദ്യോഗ ഭാരതിയിൽ അംഗങ്ങളായ വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനാണ് വ്യവസായ സംഗമം സംഘടിപ്പിച്ചത്. കേരളം വ്യവസായ സൗഹൃദമെന്ന് പ്രചരിപ്പിക്കുമ്പോഴും വ്യവസായശാലകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സംഗമം ചൂണ്ടിക്കാട്ടി. നിയമങ്ങളിൽ പലതും വ്യവസായ സൗഹൃദമായെങ്കിലും നടപ്പിലാക്കുന്നതിൽ കടമ്പകൾ പഴയ പോലെ നിലനിൽക്കുന്നുണ്ട്. ഉൽപ്പാദനം, വിപണനം തുടങ്ങിയ മേഖലകളിലും വൈദ്യുതി, വെള്ളം തുടങ്ങിയ പശ്ചാത്തല മേഖലകളിലും പ്രയാസങ്ങളേറുകയാണ്. സാമൂഹിക വികസനം വ്യവസായത്തിലൂടെ എന്നത് ഉദ്യോഗസ്ഥർ മറക്കുന്നുവെന്നും സംഗമം ചൂണ്ടിക്കാട്ടി. ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അതിനൊരു സെപ്പറേറ്റ് മിനിസ്ട്രി വളരെ നാളിന് ശേഷമാണ് കഴിഞ്ഞ 10 വർഷമായി MSME മിനിസ്ട്രി വന്നത്. ആ MSME മിനിസ്ട്രിയിൽ നമ്മളുടെ പ്രശ്നങ്ങൾ, ദൈനംദിന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ കൂടുതൽ പെട്ടെന്ന് പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജാണ് നമുക്കുണ്ടായത്. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി കൂലങ്കഷമായി പഠിക്കാനും ദൈനംദിന മാനുഷിക പ്രശ്നങ്ങളും മനുഷ്യന് തൊഴിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ വ്യവസായങ്ങളിൽ കൂടെ സ്വന്തമായി നിലനിൽപ്പുണ്ടാകുകയും രാജ്യം സ്വയം പര്യാപ്തമാകാൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എന്ന നിലയിലാണ് ഗവൺമെൻറ് സാമൂഹ്യമായി വ്യവസായികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആൾ ഇന്ത്യ ഓർഗനൈസേഷൻ വേണം സ്മാർട്ട് സ്കെയിൽ എന്ന ഉദ്യോഗസ്ഥരാണ് ലഘു ഉദ്യോഗ ഭാരതി ഫോം ചെയ്യുന്നത്. അന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് വളരെയധികം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികൾ കൊണ്ട് കേരളത്തിലെ അതിൻ്റെ വളർച്ചയ്ക്ക് അത്രമാത്രം ആക്കം പോരാ. പുതിയ തൊഴിൽ നിയമങ്ങൾ, വ്യവസായത്തിലും തൊഴിലാളികളിലുമുള്ള സ്വാധീനം, വ്യവസായികളും സമകാലീന പ്രശ്നങ്ങളും, ധനസമാഹരണം, വിനിയോഗം, LUBയുടെ ആനുകാലിക പ്രസക്തി തുടങ്ങിയ
വിഷയങ്ങളിൽ സെമിനാർ നടന്നു. പ്രസിഡന്റ് KP മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രശാന്ത് S. മേനോൻ, DIC ജനറൽ മാനേജർ ബെനഡിക്റ്റ് വില്യം ജോൺസ്, B. രാധാകൃഷ്ണൻ, S. വെങ്കിടേശ്വരൻ, R. കൃഷ്ണൻ, U. ഗംഗാധരൻ, സോമി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടകോട്ടുകുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് മുണ്ടകോട്ടുകുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. P. മമ്മിക്കുട്ടി MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പ് ഫലപ്രദമാക്കി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ തന്നെ ക്ലബിൻ്റെ പരമാവധി ഞാൻ വരാൻ പറഞ്ഞതിനേക്കാൾ സ്ഥലവും വൈകിട്ടാണ് എൻ്റെ അടുത്ത പരിപാടിയുടെ സ്ഥലത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഭ്രമണം. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് P. സതീഷ് അധ്യക്ഷത വഹിച്ചു. ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ S. ആതിര, GS. ഷബ്ന, ക്ലബ് സെക്രട്ടറി C. അജേഷ്, ട്രഷറർ AR. രവിചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി P. മുഹമ്മദ് അലി, ഭരണസമിതി അംഗങ്ങളായ പ്രദീപ് വെണ്ണീരി, TP കണ്ണൻ എന്നിവർ സംസാരിച്ചു. സഞ്ചരിക്കുന്ന ദന്താശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ 12ഓളം ജീവനക്കാരുടെ സേവനം ലഭ്യമായിരുന്നു. ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന തെങ്ങ് കൃഷിക്കുള്ള ജൈവവള വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെങ്ങ് കൃഷിക്കുള്ള ജൈവവളങ്ങൾ വിതരണം ചെയ്തു. തെങ്ങിനുള്ള ജൈവവള ആനുകൂല്യത്തിനായി ഗ്രാമസഭകൾ വഴി അപേക്ഷകൾ സമർപ്പിച്ചവർക്കാണ് വിതരണം. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ വർഷം 2025-26 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് തെങ്ങിന് ജൈവവളം എല്ലാ 10 സെന്റ് സ്ഥലമുള്ള വീട്ടിലുള്ള തെങ്ങുകളുള്ള കൃഷിക്കാർക്കാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. അത് ഔപചാരികമായി ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തും. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, കൃഷി ഓഫീസർ ആര്യകൃഷ്ണ, PV രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്. മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ തീപിടുത്തമുണ്ടായത് നിരവധി തവണ. വ്യവസായശാലകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നിരീക്ഷിക്കും. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തി. വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ റോഡ് ഉപരോധിച്ച നാട്ടുകാർ. കേരളത്തിലെ ജനന മരണ കണക്കുകൾ പരിശോധിച്ച് വയോജന സംരക്ഷണ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജനക്ഷേമ നടപടികൾ ആത്മാർത്ഥമല്ലെന്ന് ആക്ഷേപം. വയോജനക്ഷേമത്തിന് നീക്കിവെക്കുന്ന 5% തുക പോലും ഉപയോഗിക്കുന്നത് ബസ് സ്റ്റോപ്പുകൾ കെട്ടാനെന്നും പരിഹാസം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.